Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് കോട്ടൺ കുർത്ത സെറ്റാട്ടോ. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ആൻഡ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് ന്യൂഡ് ഡ്രീം ആട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇതിൽ മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ. ഇതിങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ആൻഡ് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. സെയിം പീസ് യോക്ക് പോർഷനിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. മിറർ വർക്ക്സ് ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറേഴ്സ് ആട്ടോ. ഇവിടെ ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ. എനിക്കിത് കറക്റ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഇതാണ് പാൻസ്. ആ യോക്ക് പോർഷനിലുള്ള പീസില്ല, ആ ഒരു ഡിസൈനിലാണ് പാൻസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ അത് മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 760 റുപ്പീസിനാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന കുർത്ത സെറ്റ് സൈഡിൽ ഇട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്തത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഈ ഒരു കുർത്ത സെറ്റ് ആണെങ്കിൽ പിക്ചറിൽ യെല്ലോ ഷെയ്ഡ് ആട്ടോ കാണിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഓറഞ്ച് ഷെയ്ഡാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. അതുപോലെ തന്നെ യോക്ക് പോർഷനിലുണ്ട് ഗോട്ടാപ്പട്ടി ലേസ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതാണ് പാൻസ്. പാൻസ് വേറെ പ്രിൻറ്റിലാണ്. ഫ്രണ്ടിൽ വള്ളിയുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. ബാക്കിലാണ് എലാസ്റ്റിക്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട കുറച്ചുകൂടി യെല്ലോ ടോണിലാണ്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഓറഞ്ച്, ഇത് കുറച്ചുകൂടി യെല്ലോ ടോണിലാട്ടോ വരുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 698 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ വേറെ 2 കളർ ചേഞ്ചസും കൂടെ ഉണ്ട്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിലിങ്ങനെ പോൾക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. അതുപോലെ തന്നെ യോക്ക് പോർഷനിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. ആൻഡ് സ്വീക്കൻസ് വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. പാൻസ് വേറെ പ്രിൻറ്റിലാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ആൻഡ് ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 683 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ നിന്ന് ഞാൻ വേറൊരു കുർത്ത സെറ്റും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രിൻ്റൊക്കെ വേറെയാണ്. അടുത്തത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. നെക്കിൻ്റെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി മിറർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറർ ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പാൻറ് വേറെ പ്രിൻറ്റിലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയും കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 585 റുപ്പീസിനാണ്. അടുത്തത് ഈ പിങ്ക് ഷെയ്ഡിൽ വരുന്ന കുർത്ത സെറ്റാണ്.
3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ യോക്ക് പോർഷനിലും ഉണ്ട് ഗോട്ടാപ്പട്ടി ലേസ്. പിന്നെ പടിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്വീക്വൻസ് വർക്ക്, ബീഡ് വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ലീഫിൻ്റെ ഡിസൈനിൽ വരുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ റെഡ് ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഈ ഓപ്പോഷനിൽ പടിയായി വെച്ചിട്ടുള്ള ഡിസൈൻ ഇല്ല, അതാട്ടോ പാൻസിന് വരുന്നത്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ആൻഡ് ഇതാട്ടോ ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 823 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു പ്ലീറ്റഡ് കുർത്ത സെറ്റാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത മീഡിയം ആട്ടോ, പക്ഷേ എനിക്ക് വന്നത് XXL ആട്ടോ. അപ്പോൾ ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ മുന്നേ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത് സൈസ് വലുതായതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഫീച്ചേഴ്സ് പറയാം. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ആട്ടോ പാൻസിന് വരുന്നത്. വി നെക്കാണ്. പിന്നെ നെക്കിലാണെങ്കിലും പടി വെച്ചിട്ടുണ്ട്. അവിടെ സീക്വൻസ് ഉണ്ട് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. പ്ലീറ്റ്സ് ഇങ്ങനെ നടുക്ക് കയറിയിട്ടാണ് വരുന്നത്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്കിത് വന്നത് XXL ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 973 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ മുന്നേ എൻ്റെ ഒരു മീഷോ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. യെല്ലോ ഷെയ്ഡാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിനാണെങ്കിൽ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിക്ചറിൽ യെല്ലോ ഷെയ്ഡിൻ്റെ സ്ലീവ്സ് കുറച്ച് ലൂസായിരുന്നു, പക്ഷേ നേരിട്ട് അത്രേ ലൂസ് ഇല്ലായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മെറൂൺ ഷെയ്ഡാണ് പർച്ചേസ് ചെയ്തത്. വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. പിന്നെ ലേസൊക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ബട്ടൺസും എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് കേട്ടോ. മിറർ വർക്ക്സും ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിററാട്ടോ. ഇവിടെ ഇങ്ങനെ ടാസൽസ് ഉണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. മിറർ വർക്ക്സ് ഉണ്ട്, ലേസ് ഉണ്ട് ആൻഡ് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. ഏറ്റവും അറ്റത്ത് കുഞ്ഞ് പോംപോം ബോൾസ് ഉണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഈ ഒരു ഷെയ്ഡിൻ്റെ സ്ലീവ്സ് പിക്ചറിൽ ലൂസായിട്ടല്ല കേട്ടോ കാണിക്കുന്നത്. യെല്ലോ ഷെയ്ഡിന് മാത്രമാണ് സ്ലീവ്സ് കുറച്ച് ലൂസായിട്ട് കാണിക്കുന്ന പിക്ചറിൽ. നേരിട്ട് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മിറർ വർക്ക്സ്, ഫോയിൽ ടൈപ്പ് മിറേഴ്സ് ആട്ടോ. എംബ്രോയ്ഡറി ആൻഡ് ഏറ്റവും അടിയിൽ പോംപോം ബോൾസ് ഉണ്ട്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാട്ടോ. ദുപ്പട്ടയ്ക്ക് പിക്ചറിൽ 4 സൈഡിലും ഇങ്ങനെ ടാസൽസ് പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന് അങ്ങനെ വന്നിട്ടില്ല. കുർത്തേൻ്റെ സൈസിങ് ആണെങ്കിൽ ഇപ്പം എനിക്ക് ഫിറ്റഡ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. പിന്നെ കോട്ടൺ മെറ്റീരിയൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഷ്രിങ്ക് ആവുമല്ലോ, അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ എനിക്കാണെങ്കിൽ ലാർജ് ആയിരിക്കും കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.